കുഞ്ഞു രാജാവേ കണ്ണന് ചിരി അടക്കാൻ വയ്യെന്ന് ഒന്ന് വിളിക്കണം. ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാം. അമ്മ 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 ഞാൻ പിച്ചക്കാരികൾ വിളിക്കുന്നോണ്ട് അമ്മ അമ്മ വല്ലതും തരണേ. അമ്മ 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 വല്ലതും തരണേ. അമ്മ അമ്മ അമ്മോയ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുകയാണോ? കല്ല് സുഖമായിട്ടിരിക്കുകയാണോ? കല്ല് ആവി പിടിക്കാൻ പോവാ കണ്ട. കല്യാണിനെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ കോളാക്കുമെന്ന്. പക്ഷെ കല്യാണി നല്ല കുട്ടിയാട്ടോ. നോണയാട്ടോ നോണ. അയ്യോ ഒരു പനിയുമില്ല. അതെ നോണയാണ് നോണയാണ്. ഇല്ലമ്മ ഇല്ലമ്മ. കണ്ണന് വരെ ചിരി വരാട്ടാ ഈ പെണ്ണ്. നമുക്ക് കണ്ണനെ പഠിപ്പിക്കാൻ കല്ലോ. ഞങ്ങൾ പാലക്കാടാണ് ഇപ്പോൾ താമസം മാറ്റി പാലക്കാട്ടേക്ക് മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കണ്ണൻ ചിരിച്ചു. കല്ലും വീട് മാറാൻ പോവാ. കണ്ണനേടെ നീടെ മൂത്രം വെച്ചിട്ടുണ്ടായിരുന്നു ബെഡില്. കണ്ണനെ കണ്ട നല്ല പൊസിഷനിൽ പിടിക്കുമ്പോൾ കാല് ഭയങ്കര പെയിനാണെന്നേ. ഇതിങ്ങനെ വളച്ച് വെക്കുമ്പോഴും എടുക്കുമ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഭയങ്കര പെയിൻ കാണിക്കും അവൻ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം അവന് എക്സസൈസ് ചെയ്യണ സമയമാണ്. മിക്ക ദിവസവും ഇപ്പോൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ പിന്നെ അവിടെ വെച്ച് ചെയ്യും. അല്ലാത്തപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടൈറ്റായി പോകും. അപ്പോൾ അവന് പെയിനാണ്, നല്ല പെയിനാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമാണെന്നേ. എടുക്കുമ്പോഴേക്കേ ചിലപ്പോൾ നമുക്ക് അറിയുന്നൊക്കെ ആണെങ്കിൽ എടുത്ത് പുറത്തേക്കൊക്കെ എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എന്നോരോ ഇതുകളുണ്ട്, വയ്യായികളും കാര്യങ്ങളും. അത് എനിക്കറിയാം. എൻ്റെ വയ്യായിയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഓവർ സ്ട്രെയിനാണ് എൻ്റെ പ്രശ്നം. നമ്മളിങ്ങനെ നേരം വെളുക്കുമ്പോൾ തൊട്ട് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഇല്ലേ, അതില്ല എനിക്ക്. ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പണികളുണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എനിക്കറിയാം എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ കണ്ണിനൊക്കെ ഓൾറെഡി പ്രശ്നമുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ റെസ്റ്റും കൂടെ കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ 2 ദിവസമായിട്ട് 2 ദിവസം എന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തീരെ വയ്യ. പക്ഷെ നമ്മൾ ഓരോ വർക്കുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ കണ്ണൻ്റെ തെറാപ്പിക്ക് കൊണ്ടുപോകലോ അതൊക്കെ ആയിട്ടേ. അപ്പോൾ അത് കുറച്ച് ദിവസമൊക്കെ മുടങ്ങേണ്ടതായിട്ട് വന്നോട്ട് തെറാപ്പിക്ക് വയ്യാതൊക്കെ ഇരുന്ന കാരണമൊക്കെ. അപ്പോൾ ആദ്യം കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലിമിറ്റേഷനാണല്ലോ ചെയ്യുന്നതിന്, ഇത്ര മണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കണക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളാണ് മസിൽ ടൈറ്റ് ആവാതെ നോക്കേണ്ടതൊക്കെ. കണ്ണ ഭയങ്കര ഹാപ്പി ആട്ടോ അല്ലേ കണ്ണൻ ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കണ്ട. ചില സമയം പക്ഷേ ചിലപ്പോൾ അവൻ ചിരിക്കുള്ളൂ. അവനൊരു പെയിൻ പോലെ വരുന്നത് അത് ഇവിടുത്തെ ആളുടെ ഒരു ഇത് ഭയങ്കരമായിട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ലൂസാവും, പിന്നെ അതേ ടൈറ്റോ. ഗൈറ്ററൊക്കെ ഇടാൻ ഭയങ്കര മടിയായിട്ടോ. കരയല്ല ചിരിക്കുകയാണ് ഞങ്ങൾ. കളി നിർത്തി വയ്ക്കണം. ഗൈറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നിവർന്നൊക്കെ ഇരിക്കും. പക്ഷേ ഞങ്ങൾ ഒരു മടിയങ്കണ്ണനുണ്ട് ഇവിടെ. മടിയങ്കണ്ണനുണ്ട് കല്ലൂടെ. മടിയങ്കണ്ണനുണ്ട് ഉണ്ട്. ഗൈറ്റർ ഇടാൻ മടിയുള്ള കണ്ണനുണ്ട്. ഇവിടെ നോക്കട്ടെ. ഗൈറ്റർ ഇടാൻ മടിയുണ്ടാ കണ്ണൻ്റെ ഇവിടെ തിരിച്ചിങ്ങനെ പൊട്ടിയിട്ട് അവനെ ചില സമയത്ത് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കും. കിടന്ന് അങ്ങനെ കാണിച്ചതാ. കയ്യിൽ നെഗൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ സൈഡിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് കോറി. എന്നിട്ടിപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ചെയറിലൊക്കെ ഇരുത്തുമ്പോഴോ ഒക്കെ അതിട്ട് ഇങ്ങനെ ഉരയ്ക്കും.
എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരലൊക്കെയാണ്. ഈ കുഞ്ഞിക്കണ്ണനെ കൊണ്ട് തോറ്റു ഞങ്ങൾ, കുഞ്ഞിക്കണ്ണനെ കൊണ്ട് തോറ്റു. പിന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വീട് റെൻറ്റിനാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി ഒരു കൊച്ചു വീടാണെങ്കിൽ ഒരെണ്ണം സെറ്റാക്കണം എന്നൊക്കെയുള്ളൊരു ഇതിൽ ഇങ്ങനെ കിടന്ന ഓട്ടപ്പാച്ചിലുകളാണെന്നേ. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ, അതൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ടെൻഷൻസ് അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ജോലിയൊന്നുമല്ല. അപ്പോൾ പിന്നെ ആളുടെ നമുക്ക് നിത്യചെലവിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം ഞാനിങ്ങനെ കിടന്ന് ഓടിയാണ് ഓരോ കാര്യങ്ങളിങ്ങനെ എത്തിക്കുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമുക്ക് ടെൻഷനുണ്ട് ഒരു വശത്ത്, ജോലിയുടെ സ്ട്രെയിൻ ഉണ്ട് ഒരു വശത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പേഴ്സണലി വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അത് എന്താ പറയുക, ചിലർക്കൊന്നും നമ്മളെ മനസ്സിലാവില്ല. നമ്മൾ എത്രയൊക്കെ ഓപ്പൺ ആയാലും ചിലർക്കൊന്നും നമ്മളെ മനസ്സിലാവില്ല. അപ്പോൾ നമുക്കത് അങ്ങനെ മെൻ്റലി നമ്മൾ ഭയങ്കര പ്രശ്നം. എനിക്ക് എപ്പോഴും എന്നോടും പബ്ലിക്കിനോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഒരാളും സ്നേഹിക്കില്ല. നമ്മൾ വിചാരിക്കും, നമ്മളുടെ അടുത്ത് കുറച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ ആൾക്ക് നമ്മളെ ഭയങ്കര കാര്യമാണ്. അതിപ്പോൾ ഇവൻ എൻ്റെ മോനായിക്കോട്ടെ മോളായിക്കോട്ടെ, ഇവരെൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, മോൾക്ക് മോനൊക്കെ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ മക്കളുടെ കാര്യമല്ല, ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മയ്ക്കൊക്കെ ഓക്കെ നമ്മളുടേതായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ ആരാണെങ്കിലും നമ്മൾ എന്തെങ്കിലും നമ്മൾ വാക്കുകൾ കൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിലും പറയാനൊക്കെ പറ്റും. പക്ഷേ പ്രവർത്തികൾ ചിലപ്പോൾ ഒരാളിപ്പോൾ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെടുത്ത് കുറേ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അപ്പുറത്ത് നമ്മൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾക്കൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽക്കാണ് എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ചില സമയങ്ങളിൽ ഞാൻ എന്നെ സ്നേഹിക്കൽ മാറിയിട്ട് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ എടുത്ത് ഒരു സിമ്പതി ഒക്കെ തോന്നും എനിക്ക്. അപ്പോൾ സിമ്പതിയോ സ്നേഹമോ ഒക്കെ എനിക്ക് തോന്നും. പക്ഷേ നമുക്ക് അങ്ങനെ ആരുടെ അടുത്താണോ സിമ്പതി സ്നേഹമായിട്ട് തോന്നുന്നത് അവിടെ നിന്നായിരിക്കും നമുക്ക് 8ൻ്റെ പണി ഇങ്ങോട്ട് കിട്ടുക. 2-3 പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു മനുഷ്യന് നമുക്ക് വേറെ എന്തിനെ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് മനുഷ്യന്മാരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഈ പ്രാതത്തിനെയും പിശാചിനെയും ഒക്കെ പേടിക്കില്ലേ, അതിലൊന്നുമില്ല. നമ്മൾ പേടിക്കേണ്ടത് മനുഷ്യന്മാരെ നമുക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു പ്രേതവും പിശാചൊന്നും നമ്മളെ പിടിച്ചൊന്നും ചെയ്യാൻ പോണില്ല. പക്ഷേ ഒരു പേഴ്സൺ നമുക്ക് വേണ്ടി എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് നമ്മൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ള എന്തിനും ഡിപ്പെൻഡ് ചെയ്യും. ഞാനിപ്പോൾ അഡിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിലേ, ഞാനിപ്പോൾ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇതായിരുന്നു ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവൻ്റെ ഉറങ്ങേണ്ട കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം കണ്ണന് ആദ്യമൊക്കെ വയ്യാതെയൊക്കെ വന്ന സമയത്തൊക്കെ അവന് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഉറക്കത്തിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനൊരു 6-6:30 ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കയറി ബെഡിൽ വന്നിരിക്കും. അന്ന് നിപ്പിളും കുപ്പിയിൽ ചെറിയ ഇതിൽ പാൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവന് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ആട്ടും. എനിക്ക് നേരം പോകണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ 6:30-6 മണിക്കൊക്കെ ഇരിക്കണ ഇരിപ്പ് ഞാൻ ചിലപ്പോൾ ഒരു 8:30-9 മണി വരെയൊക്കെ ചിലപ്പോൾ ഈ ഇരിപ്പ് ഇരുന്നിട്ട് ഇവന് ഉറങ്ങില്ല. ചിലപ്പോൾ കയ്യിലിരുന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് കെടുത്തുമ്പോൾ ചിലപ്പോൾ എണീക്ക്. അപ്പോൾ പിന്നെ ഞാനും ഈ 6-6:30 ആകുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വന്നിരുന്ന് ഈ ആട്ടൽ തുടങ്ങിയിട്ടുണ്ടാവാം. എന്നിട്ട് ചിലപ്പോൾ കെടുത്തുമ്പോഴേക്കും എണീക്കും. അപ്പോൾ പിന്നെ കെടുത്തി തട്ടല്ലായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഉറങ്ങാൻ 10-11 മണിയൊക്കെ. അപ്പോൾ ആ ഒരു 6 മണി തൊട്ടൊരു 10-11 മണി വരെയൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയ്ക്ക് വെയിറ്റൊന്നും ഇല്ല കാണും. പക്ഷേ ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരും. ഒരു ദിവസം ഞാൻ അതുപോലെ ഉറക്കാഞ്ഞിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ വന്നു. എനിക്ക് വേറെ ഒന്നുമല്ല വലുത്. ഇപ്പോൾ ചേട്ടനല്ല, എൻ്റെ അച്ഛനല്ല, അമ്മയല്ല, ഒന്നുമല്ല വലുത്, കണ്ണനായിരുന്നു. കണ്ണൻ്റെ ഉറക്കം, കണ്ണൻ്റെ ഫുഡ് ഇത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ വന്നു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇവനൊന്നും മയങ്ങി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സൗണ്ടും കാര്യങ്ങളും ഒരാൾ റൂമിലേക്ക് കയറി വന്നാൽ അവൻ്റെ ഉറക്കം പോയി. പിന്നെ അവൻ ആദ്യമേ കളിച്ചിരികളിലേക്ക് വരും. ഞാൻ അത്ര നേരം ഇരുന്ന് ആട്ടിയത് വെറുതെ.
അപ്പോൾ ഞാനിങ്ങനെ വണ്ടി വരുന്നതും ഹാളിൽ അവർ വന്നിരിക്കുന്നതും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ആ ഗസ്റ്റിന് ഒന്നുമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് എണീറ്റ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഞാൻ ഇത്രയും നേരം ഉറക്കുക, അവൻ്റെ ആ ഉറക്കത്തിലേക്ക് വന്ന ആ ഒരു ഇത് വിട്ടുപോയിട്ട് അവന് പിന്നെ അത്രയും ലേറ്റ് ആവില്ല അവൻ്റെ ഉറക്കം. അങ്ങനെ ഇവർ കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചേട്ടൻ ചെല്ലേക്കൂടെ, ചേട്ടനറിയാം ഞാൻ ഇവനോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം ഇല്ലെന്ന് ചേട്ടനറിയാം. അപ്പോൾ ഞാൻ ജനലേക്കോടെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, കാണാൻ ഉറങ്ങി വരാം, പിന്നെ കാണാമെന്ന് പറയും. അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു കേട്ടാ. അന്ന് എനിക്ക് കണ്ണനായിരുന്നു ഇമ്പോർട്ടൻസ്, അന്നും എന്നും കണ്ണൻ തന്നെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അവർ പറഞ്ഞില്ലേ ഉണ്ണിനെ ഉറക്കല്ലേ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളെക്കാളും ഒരു കൊച്ച് കണ്ണൻ്റെ എന്താ പറയുക ഒരു കൊതുക് കുത്തിയാൽ വരെ അതും ഇരുന്ന് ഇങ്ങനെ വല്ല ലോഷനും തേച്ച് ഇങ്ങനെ ഇരിക്കും ഞാൻ. അയ്യോ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആ പാട് പോകുന്നു വരെ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല, ഒന്നും ഞാൻ എന്നെ കണ്ടിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ആകുമ്പോൾ നമുക്കേ നമ്മളിങ്ങനെ ആകെ മൈൻഡൊക്കെ നമ്മളുടെ ആകെ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. പിന്നെ കല്യാണം കൂടി ഉണ്ടായപ്പം മുതൽക്കാണ് ഞാൻ കുറച്ച് കണ്ണൻ്റെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം കല്യാണമാണ് കുഞ്ഞിത്, അപ്പോൾ അവളുടെ കാര്യങ്ങൾ കൂടുതൽ നോക്കണം, അവളെ ഉറക്കണം. അപ്പോൾ കണ്ണൻ കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവരെന്ത് രണ്ടാളും എന്നെ നോക്കിയിരിക്കണ, ഞാൻ ക്ലാസ് എടുക്കുകയാണ്. എന്താണ് ഈ അമ്മ എന്ത് കഥയാണ് ഈ പറയുന്നത് അല്ലേ? അറിയോ കഥയൊക്കെ രണ്ടാൾക്ക്? അറിയോ? കുട്ടിയെ ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് വാതിൽ തുറന്ന് വന്നിട്ട് ബാക്കി കഥ പറയാം. ഗസ്റ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ, കല്യാണിയുടെ ഫ്രണ്ട്സ് ആയിരുന്നു, കളിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ചേട്ടനാന്ന് വെച്ചിട്ടാണ് വേഗം പോയി തുറക്കാനൊക്കെ പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അഡിക്ഷൻ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണനിൽ അഡിക്റ്റായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വലയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് കിടന്നപ്പോഴാണ് എനിക്കും എന്തെങ്കിലും അത് മാത്രം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ അമ്മമാർക്ക് ഉണ്ട് അങ്ങനെ. ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർ കുറേ പേര് അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങി ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കുട്ടിക്ക് പോലും ട്രൈ ചെയ്യാതെ അങ്ങനെ ഒതുങ്ങി നിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷയാണ്, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് നമുക്ക്. ഇന്ന് ശരിയാവും, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ശരിയാവും നാളെ ശരിയാവും. ലാസ്റ്റ് നമുക്ക് അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സുകളൊന്നും കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് തകർന്നു പോകും. അപ്പം നമ്മളതൊരു ഭാഗത്തേക്ക് വയ്ക്കുക. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടും, നമ്മൾ വേറെ മറ്റൊരു ഭാഗത്തു നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടും. പിന്നെ അഡിക്ഷൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലാണെങ്കിലോ ഒന്നും അഡിക്റ്റ് ആവാതിരിക്കുക. നമ്മളുടെ സന്തോഷം നമ്മളിൽ കണ്ടെത്താനായിട്ട് നോക്കുക. നമ്മൾ ചിലരില്ലേ ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ പോലും നമ്മളിങ്ങനെ അഡിക്ഷൻ ആവും. ചിലപ്പോൾ ആ ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ ആ ഫ്രണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ളൊരു തോന്നൽ മണ്ടത്തരാണ് കേട്ടോ. അത് മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ് അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് നമ്മളുടെ മൈൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ ഒരാളും നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും നമ്മളുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൈ വിടും, നമ്മൾ തന്നെ നടക്കണം അല്ലേ? കുറച്ച് നാളൊക്കെ അവർ നമ്മളെ കൈ പിടിച്ച് നടത്തും, അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൈ വിടും. നമ്മൾ പിന്നെ തന്നെ നടക്കാൻ പഠിക്കണം. തന്നെ നടന്ന് പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ആരുടെയും കയ്യിൽ പിടിച്ച് നടക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ആ കൈയും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും. പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ കാലുകൾ മാത്രം ഉപയോഗിച്ച് നടക്കാനായിട്ട് പഠിക്കുക. അപ്പം നമ്മൾ എവിടെ അഡിക്റ്റ് ആവില്ല, നമ്മൾക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു ബോധത്തോട് കൂടെ മുന്നോട്ട് പോകും. ഞാൻ എന്തിനിപ്പോൾ ഇതൊക്കെ പറഞ്ഞേ കണ്ട എന്തോ എനിക്ക് കുറച്ച് നേരം വന്നിരുന്ന് സംസാരിക്കണം എന്ന് തോന്നി. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് എഴുത്തും കാര്യങ്ങളിലൊക്കെ ഇത്തിരി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കണം. നമ്മുടെ രണ്ടാമത്തെ ബുക്കിൻ്റെ കുറച്ച് മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇൻസ്റ്റയിലേ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ.
എന്തായാലും ഈ നെറ്റിപ്പട്ടത്തിൻ്റെ സംഭവം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വിചാരിക്കുന്നത്. കുറച്ചധികം പണിയാണ്, പക്ഷെ സന്തോഷമാണ് എനിക്കത് ചെയ്യുമ്പോൾ. കാരണം അത് ഭംഗിയാണ് കാണാനായിട്ട്. ആ ഭംഗി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കൊരു ഭംഗിയായിട്ട് വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐഡിയകളൊക്കെ മനസ്സിലുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ കണ്ണൻകുട്ടി എൻ്റെ കൂടെ സപ്പോർട്ടാണ്. അതേടാ മുത്ത, നമ്മുടെ കണ്ണൻകുട്ടി അമ്മച്ചി സപ്പോർട്ടാണ് അല്ലേ? അമ്മന് ഇഷ്ടമാണോ? ഊ ഊ ഊ അമ്മ വെച്ചേ, അമ്മ വെച്ചേ അവരോട് പറയാം. അമ്മാന്ന് വിളിക്കാൻ അറിയുമ്പോൾ പറയും. വിളിച്ചേ അമ്മാന്ന്, വിളിച്ചേ അമ്മാന്ന് വിളിച്ചേ പറയടാ. പത്തനംതിട്ടയിലൊരു ആൻറ്റി ഉണ്ട്, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. വത്സല എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പം ആൻറ്റിക്ക് കണ്ണം നടക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസിൽ ആൻറ്റി എൻ്റെ അടുത്ത് പറയാം, എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ എന്നിങ്ങനെ പറയേ. ആ ആൻറ്റിക്ക് വേണ്ടിയിട്ടൊരു വർത്താനം പറഞ്ഞേ, വത്സല എന്ന് പറയുന്ന ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വർത്താനം പറഞ്ഞേ. അമ്മ അമ്മേ അമ്മേ വിളിച്ചേ വിളിച്ചേ. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ, ഞാൻ കുറേ വീഡിയോസിലും അല്ലാതെയൊക്കെ ഇരുന്ന് ഞാൻ ഇങ്ങനെ അവനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അമ്മേന്ന് വിളിച്ച അമ്മ, ഞാനാണ് അമ്മ, അതെനിക്കറിയാം. അമ്മ എന്നെ വിളിച്ചാലല്ലേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. കണ്ണന് ഇപ്പം പാപ്പം വേണം, അല്ലെങ്കിൽ കണ്ണന് മിഠായി വേണം. കണ്ണൻ എങ്ങനെയാ അമ്മേനെ വിളിക്കുക? മിഠായി വേണം, എങ്ങനെയാ അമ്മേനെ വിളിക്കുക? എങ്ങനെയാ അമ്മേനെ വിളിക്കുക? മിഠായി വേണമെങ്കിൽ വിളിച്ചേ, അമ്മേനെ വിളിച്ചേ, മിഠായി വേണമെങ്കിൽ വിളിച്ചേ, വിളിക്കാം അമ്മേനെ, വിളിക്കേ. അന്നേരല്ലേ അമ്മ നോക്കുള്ളൂ. വിളിച്ചേ വിളിച്ചേ, എങ്ങനെ വിളിക്കാം അമ്മേനെ? അമ്മേനെ എങ്ങനെ വിളിക്കാൻ? മിഠായി വേണ അമ്മേ? ആ മിഠായി എടുത്തതാ. ആഹാ, പാട്ട് പാടുന്ന എങ്ങനെയാ അമ്മേനെ വിളിക്കാൻ? ഇപ്പൊ അയ്യോ, അമ്മേനെ എങ്ങനെ വിളിക്കാന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് കേട്ടാ. ദൈവം, ഇവനാര് യേശുദാസോ? എനിക്ക് വയ്യ, എനിക്ക് ഉറങ്ങിയ ചിരിച്ചിരിച്ച് ഉറങ്ങിയ. കോഴിയത് കൊക്ക കൊക്ക വിളിക്കണേ, എന്താണ് അത് സൗണ്ട്? അമ്മന്നേന്ന് വിളിക്കാന്ന്, അമ്മന്നേന് പാട്ടുപാടുന്ന മൂന്നാണ് ഇരുന്നിട്ട്. എങ്ങനെയാണെന്ന് അമ്മ ഒന്ന് വിളിക്ക? ഭയങ്കര തമാശയായി. നിങ്ങൾ ചിരിക്കിട്ടാ എങ്ങനെയാണ്? ഓ, ഞാൻ കേക്കില്ല, അങ്ങനെ വിളിച്ചു ഞാൻ കേക്കില്ല. എങ്ങനെ വിളിക്കാം? അമ്മ എന്ന് വിളിച്ചേ. ഇത്ര വലിയ തമാശയാണ് ഞാൻ പറഞ്ഞ. എന്നെ കോമഡി സ്റ്റാർസിലെടുത്തു. പിന്നെ ട്യൂണിട്ട് അടി കിട്ടണ്ട് കഴിയുന്നത്. ട്യൂണിട്ട് അടി ശരിക്കും വിളിക്കട അമ്മന്ന്. അമ്മ പറഞ്ഞേ, അമ്മ അമ്മ. ലാസ്റ്റ് കണ്ണാടി അമ്മ മിണ്ടാണ്ടിക്കടെ ഇവിടെ നിന്ന് അങ്ങനറിയാം. അമ്മ വിളിച്ചേ, അമ്മ 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 അറബിക്കടലോരം. അമ്മേനെ വിളിച്ചേ. ഞാൻ പിന്നിലിരിക്കാം, കണ്ണനെ വിളിക്കാൻ നോക്കട്ടെ. വിളിക്കുകയാണെങ്കിൽ നോക്കാം. കണ്ണു വിളിച്ചത് ഞാൻ അപ്പുറത്തേക്കല്ല കേട്ടാ, കണ്ണാടെ കൂടെ കണ്ണാണല്ലേ കൊള്ളാം. വിളിക്കടാ, അമ്മന്ന് വിളിച്ചടാ. അമ്മ നോക്കാനല്ല പറഞ്ഞേ, വിളിക്ക്, സൗണ്ട് കേട്ടെ. കുറുക്ക് വലിക്കാനല്ല പറഞ്ഞേ, അമ്മന്ന് വിളിക്ക്. അമ്മേ, അമ്മച്ചി, അമ്മോയ്, അമ്മാമേ, അച്ചാച്ചോ. തത്തല്ലേ വിളിച്ചത്. അയ്യോ,
വിളിക്കോ അമ്മാന്ന് വിളിക്കോ? ട്യൂണിടാനല്ലേ പറഞ്ഞു, പാട്ട് പാടാനും പറഞ്ഞിട്ടല്ലേ. ആ അമ്മ ഒന്ന് വിളിക്കട, അമ്മ അത്ര ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതല്ലേ. കണ്ണുകുട്ടി അമ്മന്ന് വിളിക്കുന്നതൊക്കെ അമ്മയ്ക്ക് അത്ര ആഗ്രഹമല്ലേ. ഒന്ന് വിളിച്ചേ, സെന്റ് അടിക്കണ്ട ചിലപ്പോ കരയും. വിളിക്കടാ പിന്നെ അമ്മ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്ക അമ്മേന്ന് വിളിക്കണം. സൂചി എടുത്ത് കുത്തിയാലോ മറ്റേ അണ്ണൻ തമ്പിയില് സിരാജുവിന്റെ സൂചിയുടെ കുത്തി കുത്തിട്ട് അപ്പൊ അമ്മ 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 വിളിക്കോ വിളിക്കോ? മറ്റേ സിനിമയിലില്ല അണ്ണൻ തമ്പിയില് കുത്തട്ടെ സൂചി എടുത്തിട്ട് വിളിച്ച അമ്മനെ ഞാൻ ഉണ്ടാക്കിയരാ. സൗണ്ട് ഉണ്ടാക്ക്. മന്ദക്കമ്പല്ലി എൻ്റെ ഉള്ളിൽ കൂടെ കടക്കണ്ട്. പിന്നീട് സൗണ്ട് ആട്ടെ. എന്തടാ എന്താണടാ കുഞ്ഞു രാജാവേ? കണ്ണന് ചിരി അടക്കാൻ വയ്യെന്ന്. ഒന്ന് വിളിക്കണം, ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാം. അമ്മ 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 ഞാൻ പിച്ചക്കാരിയിൽ വിളിക്കുന്നതാണ്. അമ്മ അമ്മ വല്ലതും തരണേ. അമ്മ 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 വല്ലതും തരണേ. അമ്മ അമ്മ അമ്മോയ് അയ്യോ, നേരം പൂർണിമന്റെ കൂടെ കളിച്ചിരുന്നതായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഞാൻ ക്യാമറ ഓണാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി അല്ലേ. ഞാൻ നിർത്തട്ടെ? നിർത്തണ്ട. എങ്ങടാ നിന്ന് നിർത്തേണ്ട കാര്യമല്ല പറഞ്ഞേ. കണ്ണനെ ഞാൻ ആദ്യം ഇങ്ങനെ നിർത്തി നോക്കാറുണ്ടല്ലോ ഇവിടെ, പക്ഷെ ഇപ്പൊ അങ്ങനെ ഉയരം വെച്ച് എനിക്ക് പറ്റണില്ല. വലിയ ചെറുക്കനായി. എന്നോട് എവിടെയോ മൂത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പേട്ടച്ചക്കൻ അല്ലേ. വെക്ക നിർത്താ നിർത്താ നിർത്താ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതന്നെ ഞാൻ വിശ്വസിക്കുക. എൻ്റെ കുറെ ചിരി കണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ നിങ്ങള് കാണാൻ. ഈവനിങ് നേരത്തെ വീഡിയോ എടുക്കാൻ നല്ലത്. കാലത്തെടുത്ത് തന്നെ കാണാൻ ഇങ്ങിരിക്കും. ഇറക്കം വരടേ, അയ്യോ ഇറക്കം വരട്ടെ. അപ്പൊ ഉച്ചയ്ക്ക് ഈ ഒരു സമയം ഇത് ഈവനിങ് ടൈമാണ്. എനിക്ക് കാണാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കല്യാണിൻ്റെ അവിടെ പിള്ളേർ കൊണ്ട് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കും കൂടെ കുളിച്ച് വിളക്ക് വയ്ക്കലൊക്കെയാണ് ഉള്ളത് പരിപാടി. ടാറ്റ പറയ്, ടാറ്റ പറയ്, ടാറ്റ ടാറ്റ. മൂത്തേട്ടായിരിക്കും കടിക്കല് കേട്ടോ. ഉമ്മ ഉമ്മ ഉമ്മ. ടാറ്റ ബൈ ബൈ, സീ യു.